ബെത്ലഹേമിലേക്കുള്ള യാത്രയുടെ 22-ാം ദിവസം ക്രിസ്തുമസിൻ്റെ അനുസരണത്തെ ധ്യാനിക്കുക. മംഗളവാർത്ത സംഭവത്തിലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ മാതൃത്വത്തിൻ്റെ സ്വീകാര്യത മാത്രമല്ല ചൂണ്ടിക്കാണിക്കുന്നത്, മറിച്ച് രക്ഷാകര രഹസ്യത്തിൻ്റെ സേവനത്തിനായുള്ള മേരിയുടെ അനുസരണം കൂടിയാണ്. രക്ഷകന്റെ ജനനത്തെ സംഭവിച്ച വിവരം ആദ്യമായി ലഭിച്ചത് നസ്രത്തിലെ മറിയത്തിനാണ്. പ്രാന്തപ്രദേശമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ജനജീവിതത്തിൻ്റെ വിളുമ്പിലേക്കാണ് മംഗളവാർത്ത എത്തിയത്. നസ്രത്തിൽ നിന്നും വല്ല നന്മയുണ്ടാകുമോ എന്ന് അക്കാലത്തെ കളങ്കമില്ലാത്ത ഏതൊരു ഇസ്രായേൽക്കാരനും സത്യസന്ധമായി സംശയിച്ചിരുന്നു. സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ലോകത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ മനുഷ്യൻ്റെ സമ്മതം അവശ്യ ഘടകമാണ്. യേശുവിൻ്റെ മാതാവായ മറിയത്തെക്കുറിച്ചുള്ളതുപോലെ തന്നെ നാം ഓരോരുത്തരെയും കുറിച്ച് ഒട്ടേറെ പദ്ധതികൾ ദൈവത്തിനുണ്ട്. അത് തിരിച്ചറിഞ്ഞ് മറിയത്തെ പോലെ നമ്മെ മുഴുവനായും ദൈവഹിതത്തിനായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ നാം ചെയ്യുന്നവയുടെ പ്രതിഫലനം നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും സങ്കല്പങ്ങൾക്കും അതീതമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികളിലെ ശരിതെറ്റുകൾ ലോകത്തെ എപ്രകാരം ബാധിക്കുന്നു എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അതിനാൽ നാം ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച് സൃഷ്ടിച്ച ദൈവം നമ്മിലൂടെ ലോകത്തിൽ എന്തു ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നറിയാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുമില്ല. ജീവിതത്തെ അസംതൃപ്തിയോടെ നോക്കിക്കാണുന്ന ഒരു തലമുറ വളർന്നു വരികയാണ്. ജോലിയില്ലായ്മയും ദാരിദ്ര്യവുമെല്ലാമായിരുന്നു ഒരു കാലത്തെ പ്രശ്നമെങ്കിൽ, ഇതൊന്നും ഇല്ലായിരുന്നിട്ടും ജീവിതത്തിൽ ശൂന്യത അനുഭവിക്കുന്നവരെയാണ് ഇന്ന് ചുറ്റിലും കാണുന്നത്. ജീവിതം തിരക്കിട്ട് ഓടിത്തീർക്കേണ്ട ഒന്നല്ല. എന്തൊക്കെ നേടിയെന്നല്ല, എത്രത്തോളം ആസ്വദിക്കാൻ കഴിയുന്നുണ്ടു എന്നതാണ് കാര്യം. മറിയത്തിൻ്റെ വികാര വിചാരങ്ങൾക്കിടയിൽ ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞില്ലേ? ആകുലതകളും ആശങ്കകളും ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ തന്നപ്പോഴും ആമേൻ പറഞ്ഞില്ലേ? നസ്രത്ത് മുതൽ കാൽവരി വരെ നീണ്ടുനിന്ന വ്യാകുലങ്ങളിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തമ്പുരാൻ്റെ കൂടെ നടന്നില്ലേ? നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ, നമ്മൾ ഇന്നുവരെ കഷ്ടപ്പെട്ട് നേടിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് കൺമുൻപിലൂടെ ഒഴുകിപ്പോകുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുപോകുമ്പോൾ, ജീവിതത്തിൽ നമുക്ക് നഷ്ടം മാത്രം സംഭവിക്കുമ്പോൾ, നമ്മൾ തകർന്നു പോകാതിരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ വചനമാണ് കർത്താവിനൊന്നും അസാധ്യമല്ല എന്നുള്ളത്. നമ്മുടെ കർത്താവിനോട് നാം പലപ്പോഴും പറയാറുള്ളത് പോലെ, കർത്താവെ, ഞങ്ങൾക്കൊത്തിരി പ്രശ്നങ്ങളുണ്ട് എന്നല്ല പറയേണ്ടത്, മറിച്ച് പ്രശ്നങ്ങളോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ ചോദിക്കാത്ത നന്മകൾ കൊണ്ട് എന്നെ നിറയ്ക്കുന്ന, അർഹിക്കാത്ത നന്മകൾ തന്ന് ഓരോ ദിവസവും എന്നെ വഴി നടത്തുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെന്ന് ഹൃദയത്തിൽ പറയാൻ എനിക്ക് സാധിക്കുമോ? അങ്ങനെ പറയാൻ സാധിച്ചാൽ നമ്മുടെ മുമ്പിലും നമ്മളെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ ഇഷ്ടവും പേറി വരുന്ന ആ കർത്താവിൻ്റെ ദൂതനോട് നമുക്കും പറയാൻ സാധിക്കും, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. അപ്പോൾ നമ്മുടെ യാത്ര ബെത്ലഹേമിൽ എത്തുക തന്നെ ചെയ്യും, തീർച്ച.